വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലടക്കം അറിയാം, ഇപ്പോൾ അതികഠിനമായിട്ടുള്ള ചൂടാണ് രേഖപ്പെടുത്തുന്നത്. ഇടയ്ക്കും തലയ്ക്കും വന്നു പോകുന്ന ചെറിയൊരു വേനൽ മഴ അല്പം നേരത്തേക്ക് ആശ്വാസമാവുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതികഠിനമായിട്ടുള്ള ചൂടാണ് പല ജില്ലകളിലും രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലാണ് വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അടിമുടി മാറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിനുള്ള കാരണമുണ്ട്. കാരണം കത്തുന്ന വേനലിനിടയിൽ ഉത്തരേന്ത്യൻ ആകാശത്ത് വളരെ വിസ്മയകരവും ഒപ്പം ചില ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച ദൃശ്യമായത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികൾ ഭേദിച്ച് ഏകദേശം 1000 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കൂറ്റൻ മേഘപാളിയാണ് ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനങ്ങളെ അടിമുടി മാറ്റിയിരിക്കുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ തെളിഞ്ഞ ഈ മേഘക്കൂട്ടം വരും ദിവസങ്ങളിലാണ് ഈ മേഖലയിലെ കാലാവസ്ഥയെ മാറ്റിമറിക്കാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള സൂചനകളും നൽകുന്നുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരമാണ് ഈ വാരാന്ത്യം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാറ്റിന്റെയും മഴയുടെയും ദിനങ്ങളായിരിക്കും. പെട്ടെന്നുണ്ടായ ഈ കാലാവസ്ഥാ മാറ്റത്തിന് പിന്നിൽ ഒന്നിലധികം അന്തരീക്ഷ പ്രതിഭാസങ്ങളുടെ സങ്കീർണമായ ഒത്തുചേരലാണ് ഉള്ളതെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായും 3 ഘടകങ്ങളാണ് നിലവിലെ സാഹചര്യത്തെ നിയന്ത്രിക്കുന്നത്. ഒന്ന്, സജീവമായ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്, അതായത് മെഡിറ്ററേനിയൻ കടൽ ഭാഗത്ത് രൂപം കൊള്ളുന്ന ഒരു ന്യൂനമർദ്ദം. കിഴക്കൻ ഇറാനും അതിനോട് ചേർന്നുള്ള അഫ്ഗാനിസ്ഥാനും മുകളിലായി രൂപപ്പെട്ട ശക്തമായ ഈ ഒരു ന്യൂനമർദ്ദം, വെസ്റ്റേൺ ന്യൂനമർദ്ദം, വെള്ളിയാഴ്ചയോടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് നീങ്ങി തുടങ്ങിയത്. മറ്റൊന്ന് അപ്പർ എയർ സൈക്ലോണിക് സർക്കുലേഷനിലാണ്. കിഴക്കൻ രാജസ്ഥാന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി ഈ മഴമേഘങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതിനാൽ കിഴക്കൻ രാജസ്ഥാനിൽ നിന്ന് മധ്യ അറബിക്കടൽ വരെ നീളുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി അന്തരീക്ഷത്തിൽ വലിയ തോതിലുള്ള ഒരു അസ്ഥിരത സൃഷ്ടിക്കുന്നുണ്ട്. ഇവ കൂടാതെ കിഴക്കൻ ജാർഖണ്ഡ് മുതൽ തെക്കൻ ഛത്തീസ്ഗഡ് വരെ നീളുന്ന മറ്റൊരു പാത്തിയും രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയ്ക്ക് മുകളിൽ മഴ സാധ്യതയൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 48 മുതൽ 72 മണിക്കൂർ വരെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും ചിലയിടങ്ങളിൽ അത് ആലിപ്പഴ വർഷം ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. മെഡിറ്ററേനിയൻ മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച ശക്തമായ വെസ്റ്റേൺ ന്യൂനമർദ്ദം മൂലമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. ഇനി കേരളത്തിലടക്കം മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പരിശോധിക്കാം. വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച ഈ കാലാവസ്ഥാ മാറ്റം വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കും. പക്ഷേ തുടക്കത്തിൽ ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ മഴയും കാറ്റും എത്തുന്നത്. കിലോമീറ്ററുകളോളം നീളുന്ന മേഘപാളി ഈ സംസ്ഥാനങ്ങളിൽ കനത്ത തണലും നേരിയ ഒരു തണുപ്പുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വാരാന്ത്യം, അതായത് ഇന്നത്തോടെ കാലാവസ്ഥാ വ്യതിയാനം കിഴക്കോട്ടേക്ക് നീങ്ങും. അതായത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ മഴയും ഇടിമിന്നലും അനുഭവപ്പെടാനുള്ള സാഹചര്യമുള്ളത്. ഏപ്രിൽ 8 വരെ ഈ സാഹചര്യം തുടരാനാണ് സാധ്യത. അടുത്തൊരു തരംഗം, അതായത് ആശ്വാസകരമായ മഴയ്ക്ക് ശേഷം ഏപ്രിൽ 7 അടുത്ത വെസ്റ്റേൺ ന്യൂനമർദ്ദം എത്തുമെന്നും ഇത് വീണ്ടും മഴയ്ക്ക് കാരണമാകുമെന്നാണ് IMD പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്നുള്ളത് കൂടി കാലാവസ്ഥാ നിരീക്ഷകർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള കാറ്റും മഴയും ചില മേഖലകളിൽ ആലിപ്പഴ വർഷവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം കേരളം ഈ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഡൽഹിയിലും പൊടിപടലവും യെല്ലോ അലേർട്ടും തുടരുന്നുണ്ട്. കാരണം ഡൽഹിയിൽ ഇതിനകം തന്നെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഡൽഹിയുടെ പല ഭാഗങ്ങളും പൊടിപടലങ്ങളാൽ മൂടപ്പെട്ട നിലയിലായിരുന്നു. കാരണം ഇത് വായു നിലവാരത്തെയും കാഴ്ചാ പരിധിയെയും ബാധിച്ചു. അടുത്ത 24 മണിക്കൂറിലും ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഇന്ന് നഗരത്തിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടായേക്കാം.
കർഷകർക്ക് തൽക്കാലം ആശ്വാസമാണ്. കാരണം വേനൽ ചൂടിൽ വെന്തുരുകുന്ന ജനങ്ങൾക്ക് ഈ മഴ വലിയ ആശ്വാസമാണ് പകരുന്നത്. ഉയർന്ന താപനിലയിൽ നിന്ന് 3 മുതൽ 5 ഡിഗ്രി വരെ കുറവുണ്ടാകാൻ ഈ മഴ സഹായിക്കും. എന്നാൽ കർഷകർക്ക് ഇത് വെല്ലുവിളിയുടെ കൂടി ഒരു സമയമാണ്. കാരണം പലയിടങ്ങളിലും ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ വിളവെടുപ്പ് കാലമാണിത്. പെട്ടെന്നുണ്ടാകുന്ന മഴയും കാറ്റും ഒരു വിളനാശത്തിന് കാരണമായേക്കാം. മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആലിപ്പഴ വർഷത്തിന് സാധ്യതയുള്ളതിനാൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്നും ഭോപ്പാലിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രകൃതിയുടെ വളരെ വിചിത്രമായിട്ടുള്ള നീക്കങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഉത്തരേന്ത്യക്ക് മുകളിൽ കാണുന്ന 1000 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു മേഘമതിൽ. ചൂടിൽ നിന്ന് താൽക്കാലിക ശമനം ലഭിക്കുമെങ്കിലും അപ്രതീക്ഷിതമായി എത്തുന്ന കാറ്റും മഴയും ജനജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏപ്രിൽ 8 വരെയാണ് ഈ ഒരു കാലാവസ്ഥ തുടരുമെന്നതിനാൽ ആ ഭാഗങ്ങളിലേക്ക് യാത്രകളും മറ്റും പ്ലാൻ ചെയ്യുന്നവർ മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കൃഷിയെയും വിളവെടുപ്പിനെയും ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കനത്ത മഴ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായേക്കാം. നിലവിൽ ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന ചൂടിന് ഈ മഴ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും മഴ മാറിയാൽ ചൂട് വളരെ വേഗത്തിൽ തന്നെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കർഷകർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. കാലാവസ്ഥയിൽ ഈ മാറ്റങ്ങൾ വിളവെടുപ്പ് ഘട്ടത്തിലുള്ള കൃഷികൾക്ക് ദോഷകരമാകാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പാലിക്കണം. വിളകൾ സുരക്ഷിതമാക്കാൻ മുൻകരുതൽ സ്വീകരിക്കുക. കൊയ്ത്ത് വൈകിപ്പിക്കാൻ കഴിയുമെങ്കിൽ പരിഗണിക്കുക. കാർഷിക ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ. ഇനി നഗരങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയും. കനത്ത മഴ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കാനും ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. അതേസമയം നിലവിൽ ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെ ഈ മഴ താൽക്കാലിക ആശ്വാസം നൽകും. എന്നാൽ മഴ കുറഞ്ഞതിന് പിന്നാലെ വീണ്ടും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശങ്ങളുണ്ട്. കാരണം ഇടിമിന്നൽ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. മരങ്ങൾക്കും വൈദ്യുതി ലൈനുകൾക്ക് സമീപം പോകുന്നത് ഒഴിവാക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം യാത്ര ചെയ്യുക. കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതാണ്. നിലവിൽ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ വളരെ അത്യപൂർവമായിട്ടുള്ള ഈ ഒരു കാലാവസ്ഥാ മാറ്റമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്.